ഹായ് എവരിവൺ, ഞാൻ ഐശ്വര്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്താണ് റോമൻ എംപയർ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റിന്റെ. ഇനി നമ്മൾ ഇതിന്റെ ഒരു നമ്മൾ ആ ഫസ്റ്റ് വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് റോമൻ എംപയറിന്റെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഗ്രാച്ചി ബ്രദേഴ്സിന്റെ റിഫോം മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഓഗസ്റ്റൻ ഏജിന്റെ കാലഘട്ടത്തിലുള്ള പൊളിറ്റിക്കൽ റിഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിഫോംസ് ഓഫ് ദി ഗ്രാച്ചി ബ്രദേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ടിബേരിയസ് ഗ്രേച്ചസും അതുപോലെ തന്നെ ഗേയസ് ഗ്രേച്ചസും രണ്ട് ബ്രദേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പെസന്റ് മൂവ്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ബോത്ത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഈ റിഫോംസ് നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പെസൻട്രിയിലും അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഇടയിലും ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അല്ലെങ്കിൽ പെസൻട്രി ഡിക്ലൈൻ ചെയ്യുന്നു, മിലിറ്ററി കോൺഫ്ലിക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പൊ അങ്ങനെ പെസൻട്രി ഡിക്ലൈൻ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഡിക്ലൈൻ ഓഫ് ദി പെസൻട്രി ഓർ എസ്ഡിഇ ക്ലാസ്. എസ്ഡിഇ ക്ലാസ് എന്ന് പറയുന്നത് പെസൻട്രീനെയാണ്. അപ്പൊ ഈ എസ്ഡിഇ ക്ലാസ് അല്ലെങ്കിൽ പെസൻട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോമൻ നിയമം പ്രകാരം മിനിമം പ്രോപ്പർട്ടി ഉള്ള ഒരു പെസന്റ് ഹി ഷുഡ് സെർവ് ടു ദി റോമൻ ആർമി ടു. അതായത് യുദ്ധകാലഘട്ടത്തിലെ റോമൻ ആർമിയുടെ ഭാഗമായിട്ട് യോദ്ധാവായിട്ട് റോമൻ ആർമിയുടെ മിലിറ്ററി പേഴ്സൺ ആയിട്ട് ഈ പെസന്റ് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് റോമൻ നിയമപ്രകാരം അങ്ങനെയാണ്. അപ്പൊ അത് ഈ പെസൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ അവസ്ഥ മോശമാക്കാൻ കാരണമാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, മിനിമം പ്രോപ്പർട്ടി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മെയിൽ സിറ്റിസൺ ഷുഡ് കമ്പൽസറിലി ജോയിൻ ഇൻ ദി റോമൻ ആർമി എന്നുള്ളതാണ്. അപ്പൊ റോമൻ ആർമിയിൽ കമ്പൽസറി ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ അതെന്താണ്, അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് യുദ്ധത്തിൽ എല്ലാവരും വിജയിച്ച് തിരിച്ചു പോരണമെന്നില്ല, അല്ലെങ്കിൽ യുദ്ധം ജയിക്കണം എന്നില്ല, യുദ്ധത്തിൽ എല്ലാവരും ലൈഫ് സേവ് ആവണമെന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് പല ആളുകൾക്കും ഇങ്ങനെയുള്ള പെസൻസ് പല ആളുകൾക്കും തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ്, പല ആളുകളും മരിച്ചു പോകുന്നു. ഇനി സർവൈവ് ചെയ്ത ആളുകൾക്ക് തന്നെ പിന്നീട് വന്ന് അവര് ഫാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ പെസൻസിന്റെ കണ്ടീഷൻ ഈ ഒരു കമ്പൽസറി നിയമം, സർവീസ് എന്നുള്ള ഈ നിയമം കഷ്ടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ലാൻഡ് റിഫോം നടത്താനായിട്ട് ഈ പെസൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്ട്രഗിളുകളും 146 BC ശേഷം ആരംഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിസ്റ്റോക്രാറ്റ്സിന്റെ കയ്യിൽ ഒരുപാട് ഭൂമി ഉണ്ടായിരിക്കും, എന്നാൽ പെസൻസിന്റെ കയ്യിൽ കുറച്ചായിരിക്കും. തീരെ ഭൂമി ഇല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാച്ചി ബ്രദേഴ്സ് ഉണ്ടല്ലോ, അതിലെ ടിബേരിയസ് ഗ്രേച്ചസിന്റെ നേതൃത്വത്തിൽ ഒരു റിഫോം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അവര് ആ റിഫോമിസ്റ്റുകളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ ഹോൾഡ് ചെയ്യാവുന്ന ഭൂമിയുടെ അളവുണ്ടല്ലോ, അതിൽ ലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷെ ഇതൊരിക്കലും എന്താണ്, സെനറ്റോ അരിസ്റ്റോക്രാറ്റ് ക്ലാസ്സിൽ പെടുന്ന സെനറ്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്സ് ഒന്നും ഇത് അംഗീകരിക്കില്ല. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള ഒഫീഷ്യൽസ് ഇതൊന്നും തന്നെ അംഗീകരിക്കില്ല. കാരണം എന്താണ്, ഇവര് തന്നെയാണ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാതിരിക്കുകയും ഇദ്ദേഹത്തിനെ അസാസിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു റിഫോം മൂവ്മെന്റ് കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഇത് ടിബേരിയസ് ഗ്രേച്ചസിന്റെ തന്നെ ബ്രദർ ആയിട്ടുള്ള ഗേയസ് ഗ്രേച്ചസ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം കുറച്ചും കൂടി റാഡിക്കൽ ആയിട്ടുള്ള റിഫോം മൂവ്മെന്റ് ആണ് എയിം ചെയ്യുന്നത്. അതിൽ തന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, ടാക്സേഷനിൽ പുതിയ റിഫോമുകൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക്, പുവർ ആയിട്ടുള്ള ആളുകൾക്ക് ഗ്രെയിൻസ്, ധാന്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി ആയിട്ട് നൽകുക എന്നുള്ള ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതും അതോടൊപ്പം തന്നെ റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ, അത് റോമൻ പൗരത്വം അത് എക്സ്റ്റെൻഡ് ചെയ്യുക ടു ദി ഇറ്റാലിയൻ അലൈസിലേക്കും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗേയസ് ഗ്രേച്ചസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഇപ്പൊ നമ്മൾ നേരത്തെ ടിബേരിയസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ
ഇദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഈ റിഫോംസ് ഇതൊന്നും തന്നെ നമ്മുടെ സെനറ്റ് അംഗീകരിക്കുന്നില്ല. ഹി വാസ് ഓൾസോ മർഡേർഡ്. ഇത് അദ്ദേഹത്തിനെയും അവര് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഗ്രേറ്റി ബ്രദേഴ്സിന്റെ മരണശേഷം ഈ ഒരു എന്താണ് ഈ അജിറ്റേഷൻ ഒന്നുകൂടി ഞെരുങ്ങുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഈ ഗ്രെയിൻസ് ധാന്യങ്ങള് പുറമേ നിന്ന്, അതായത് റോമിന് പുറമേ നിന്ന് കൊണ്ടുവരാനും ഉപയോഗിക്കാനും തുടങ്ങിയ ഒരു അവസ്ഥയില് പെസൻ മൂവ്മെന്റ് അല്ലെങ്കിൽ പെസൻ അൺറസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഷാർപ്പൻ ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പെസൻ മൂവ്മെന്റുകൾ, പെസൻ റെബല്യൻസ് നടക്കുന്നുണ്ട്. ഇതെന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഈ പെസൻ റെബല്യൻ, പെസൻ റിഫോം മൂവ്മെന്റ്, ഇറ്റ് ലീഡ്സ് ടു ദ ഡിക്ലൈൻ ഓഫ് ദി റിപ്പബ്ലിക്. റിപ്പബ്ലിക്കിന്റെ പതനത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന്. ഇനി രണ്ടാമത്തതാണ് ഗ്രോയിങ് ഡിസ്കണ്ടന്റ് അമംഗ് ദി സോൾജിയേഴ്സ്. സോൾജിയേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്കണ്ടന്റ് അല്ലെങ്കിൽ അവർക്ക് ഈ റിപ്പബ്ലിക്കിനോടുള്ള എതിർപ്പ്. എന്തുകൊണ്ടായിരിക്കാം? ഈ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൽ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് ആരുടെ ആവശ്യമുണ്ട്? ഈ സോൾജിയേഴ്സിന്റെ ആവശ്യമുണ്ട്. യുദ്ധം നടക്കുമ്പോൾ അതിന്റെ നിന്നുള്ള ബെനിഫിറ്റ് ബേസിക്കലി ആർക്കാണ് ലഭിക്കുന്നത്? ഈ സെനറ്റോറിയൽ അരിസ്റ്റോക്രാറ്റ്സിനാണ് അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നത്. ഈ സോൾജിയേഴ്സിന് എന്തെങ്കിലും ലാഭം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ വാസ്റ്റ് എംപയർ അക്വയർ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ, ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിന്റെ ലാഭം മുഴുവൻ സെനറ്റോറിയൽ അരിസ്റ്റോക്രാറ്റ്സിന് മാത്രമാണ് ലഭിക്കുന്നത്. സോൾജിയേഴ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ലൈഫാണ് അവർ ലീഡ് ചെയ്യുന്നത്. അവർക്ക് വലിയ ലാഭമൊന്നും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. സോ ആ ഒരു സാഹചര്യത്തിലാണ് സോൾജിയേഴ്സ് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി അജിറ്റേഷൻ നടത്തുന്നത്. പ്രധാനമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് നൽകുക എന്നുള്ളതാണ്. ഭൂമി ദാനമായിട്ട് നൽകുക അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ അവരുടെ സർവീസിൽ നിന്ന് അവര് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡൊണേറ്റീവ്സ് നൽകുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഇതിന് അവരെ സഹായിക്കാനായിട്ട്, അവരെ ലീഡർ ആവാൻ വേണ്ടിയിട്ട് അവരുടെ വിക്ടോറിയസ് ജനറൽസിന്റെ സഹായവും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു സ്ട്രഗിൾ നടക്കുന്നത് പി ആൻഡേഴ്സന്റെ അഭിപ്രായത്തിൽ അത് ഗേയസ് മാരിയസിന്റെയും ലൂസിയസ് സുള്ളയുടെയും പീരീഡിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. പി ആൻഡേഴ്സൺ പറയുന്നത്, പെരി ആൻഡേഴ്സൺ പറയുന്നത്. സോ ഇത് എന്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു? ഇറ്റ് ലീഡ്സ് ടു എ സിവിൽ വാർ. അതായത് സോൾജിയേഴ്സ് രാജ്യത്തിനോട് തന്നെ നടത്തുന്ന ഈ ഒരു യുദ്ധം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സിവിൽ വാറിന്റെ ബ്രോക്കൗട്ടിലേക്കാണിത് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോ സോൾജിയേഴ്സ്, പെസൻസ് ഇവരെല്ലാം തന്നെ റിപ്പബ്ലിക്കിന് എതിരായിരുന്നു. ഇനി മറ്റൊന്നാണ് അർബൺ സെന്റേഴ്സ് ഉണ്ടല്ലോ, ടൗൺ ഏരിയകളില്, അവിടുത്തെ പുവർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അൺറസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് റിപ്പബ്ലിക്കിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റോൾ ഓഫ് അർബൻ പുവർ ഇൻ ദി ഗ്രോയിങ് അൺറസ്റ്റ്. സോ പി ആൻഡേഴ്സൺ അല്ലെങ്കിൽ പെരി ആൻഡേഴ്സൺ അഭിപ്രായപ്പെടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോമൻ എക്സ്പാൻഷൻ തിയറി അല്ലെങ്കിൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഈ അസിഡ്യൂയി അല്ലെങ്കിൽ പെസൻട്രി ക്ലാസിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പെസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ പ്രൊവൈഡ് കൺസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൾസറി ആയിട്ട് ആർമിയിലേക്ക് സർവീസ് നടത്തുന്നതിനെയാണ് നമ്മൾ കൺസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പെസൻസിന്റെ ഇടയിലേക്ക് ഒരു നമ്പർ അല്ലെങ്കിൽ പെസൻസിന്റെ അളവ് കുറയാനായിട്ട് ഇത് കാരണമാവുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ ഒരു പല ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുകയാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാഷ്വാലിറ്റി അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവര് ഈ ഫാം നോക്കി നടത്തുക അല്ലെങ്കിൽ അഗ്രികൾച്ചർ നോക്കി നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ അസിഡ്യൂയുടെ അല്ലെങ്കിൽ പെസൻട്രിയുടെ നമ്പർ കുറയുന്നതിനോടൊപ്പം തന്നെ പ്രോലാറ്ററിയുടെ എണ്ണം, അതായത് പ്രോലാറ്ററി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ലെസ് സിറ്റിസൺ, പ്രോപ്പർട്ടി കയ്യിലില്ലാത്ത, ഭൂമി കൈവശം ഇല്ലാത്ത സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരുടെ എണ്ണം അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്.
സോ അങ്ങനെ വരുമ്പോ അരിസ്റ്റോക്രാറ്റ്സിന് ലാൻഡിന്റെ മുകളിലുള്ള മോണോപ്പൊളി കൂടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ 3rd സെഞ്ചുറി BC ആയപ്പോഴേക്കും മെജോറിറ്റി ഓഫ് സിറ്റിസൺസ്, റോമിലെ ഭൂരിഭാഗം സിറ്റിസൺസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ലെസ് ആയിട്ട് അതായത് ഭൂമി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാണ് ചെയ്യുന്നത്. ദെൻ ഇനി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് റൂറൽ സെന്റേഴ്സിൽ നിന്ന്, നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് പല ആളുകളും എങ്ങോട്ട് മാറി താമസിക്കുന്നു? അർബൻ സെന്റേഴ്സിലേക്ക്, ടൗൺ ഏരിയയിലേക്ക് അവര് മാറി താമസിക്കുന്നു. അപ്പൊ ഒരു റൂറൽ ഡ്രിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ലേവ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മെട്രോപോളിസ് അല്ലെങ്കിൽ അർബൻ സെന്റേഴ്സിന്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് ഈസിലി ആ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും മാറുന്നുണ്ട്. അത് അത്രയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അർബൻ പൂവേഴ്സ് അവരെന്താവുന്നു, പ്രോപ്പർട്ടി ലെസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് ഈ റിപ്പബ്ലിക്സിനെതിരെ റിവോൾട്ട് അല്ലെങ്കിൽ റെബല്യൻ, they were against the റിപ്പബ്ലിക്. സോ ഇതിന്റെ ഭാഗമായിട്ട് അവര് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റൂളറാണ് പോംപെ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. പോംപെ ദ ഗ്രേറ്റ് അദ്ദേഹത്തിന് ഈ അർബൻ പ്രോലിറ്ററേറ്റ്സ് ആണ് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇറ്റ് ലീഡ്സ് ടു ദി ഫൈനൽ മിലിറ്ററി ഡിസിന്റഗ്രേഷൻ ഓഫ് ദി റിപ്പബ്ലിക്. പിന്നീട് ഇതേപോലെ തന്നെ ജനങ്ങളുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്നിട്ടുള്ള മറ്റൊരു റൂളറാണ് ജൂലിയസ് സീസർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഹി ബിക്കേം എ ത്രെറ്റ് ടു ദി സെനറ്റ്. സെനറ്റിനൊരു ത്രെട്ടായിട്ട് ജൂലിയസ് സീസർ മാറുന്നുണ്ട്. പക്ഷെ ഈ സെനറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ജൂലിയസ് സീസറിനെ അസാസിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനുശേഷം ആഫ്റ്റർ സീസേഴ്സ് അസാസിനേഷൻ ഇറ്റ് വാസ് വൺസ് അഗെയിൻ ദി സപ്പോർട്ട് ഓഫ് ദി അർബൻ മോബ് വിച്ച് ഫോഴ്സ് ദി സെനറ്റ് ടു പ്ലീഡ് ടു ഓഗസ്റ്റസ്. അപ്പൊ സീസറിന് ശേഷം സീസറിനെ അസാസിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന മറ്റൊരു റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അർബൻ പോപ്പുലേഷൻ തന്നെ തെരഞ്ഞെടുക്കുന്ന മറ്റൊരു റോമൻ എംപറർ ആണ് ഓഗസ്റ്റസ് എന്ന് പറയുന്നത്. ഓഗസ്റ്റസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹി വാസ് ഫസ്റ്റ് എംപറർ ഓഫ് ദി റോമൻ എംപയർ. റോമൻ എംപയറിന്റെ ഫസ്റ്റത്തെ എംപറർ ആണ് ഓഗസ്റ്റസ്. അപ്പൊ മുമ്പുള്ളവരോ ഒരു എംപറർ അല്ല, വെറും കിങ് അല്ലെങ്കിൽ കിങ് ആണ്. ഓക്കെ, ഈ ഓഗസ്റ്റസിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് അതിനകത്ത് ഉണ്ട്. ആക്ച്വലി ഒരുപാട് റിഫോംസ് കൊണ്ടുവരികയും സാധാരണ ആളുകൾക്ക് സഹായകരമായിട്ടുള്ള ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഗസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ ഓഗസ്റ്റൻ ഏജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പുള്ള ഒരു ടോപ്പിക്കാണ് ദ ലാസ്റ്റ് സെഞ്ചുറി ഓഫ് ദി റിപ്പബ്ലിക് ആൻഡ് ദ റൈസ് ഓഫ് സക്സസ്ഫുൾ മിലിറ്ററി കമാൻഡേഴ്സ്. ഇപ്പൊ ഓഗസ്റ്റൻ ഏജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ചും കൂടി നോക്കാനുള്ളത് ഈ റിപ്പബ്ലിക്സിന്റെ അവസാന കുറച്ച് കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു സോഷ്യൽ ടെൻഷൻസ് ബിറ്റ്വീൻ സെനറ്റോറിയൽ അരിസ്റ്റോക്രസി ആൻഡ് ദ കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളും അതുപോലെ അധികാരത്തിലുള്ള ആളുകളും സെനറ്റോറിയൽ അരിസ്റ്റോക്രസിയും തമ്മിൽ ഒരു സോഷ്യൽ ടെൻഷൻ നിലനിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരു പീരീഡ് ആണ് ഈ ഒരു ഫൈനൽ സെഞ്ചുറി ഓഫ് ദി റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സോ ഈ പീരീഡിൽ വരുന്ന ഒരു റൂളറാണ് സുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഈ അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്വേച്ഛാധിപത്യം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. സോ അങ്ങനെ വന്നപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും റിപ്പബ്ലിക്കിന്റെ ഒരു ഹിസ്റ്ററിയില് അല്ലെങ്കിൽ ചരിത്രം തന്നെ മാറ്റി കുറിക്കാനായിട്ടുള്ള ഒരു കാരണമാവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും മിലിറ്ററി പവറിനാണ് ആധിപത്യം, അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡേഴ്സിനാണ് അവിടെ പവർഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാർലോഡ്സ് അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡേഴ്സ് റോമൻ എംപയർ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ പീരീഡിലാണ്. സോ അത് ഈ റിപ്പബ്ലിക്കിന്റെ തന്നെ പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡില് രണ്ട് ട്രിംവിറേറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ട്രിംവിറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേഴ്സൺസ് എന്നുള്ള ഇതാണ്. അപ്പൊ അതിൽ ആദ്യത്തത് ഫസ്റ്റ് ട്രിംവിറേറ്റ് എന്ന് പറയുന്നത് പോംപെ, സീസർ ആൻഡ് ക്രേസസ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
സോ സുള്ളയുടെ പീരീഡ്, നമുക്ക് ഫസ്റ്റ് സുള്ളയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പീരീഡിൽ ഒരുപാട് റിഫോംസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെനറ്റിന്റെ അധികാരം സ്ട്രെങ്തൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ട്രിബ്യൂൺസ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണക്കാരൻ ആയിട്ടുള്ള ആളുകളുടെ അസംബ്ലി ആണല്ലോ, ആ ട്രിബ്യൂണിന്റെ പവർ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ഈ സുള്ളയുടെ റിഫോം മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അതായത് പല എതിർപ്പുകളും അദ്ദേഹം നേരിടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം വരുന്നതാണ് പോംപെ ആൻഡ് ക്രേസസ്. മറ്റ് രണ്ട് റൂളേഴ്സ് ആണ് പോംപെ ആൻഡ് ക്രേസസ്. മിലിറ്ററി കമാൻഡേഴ്സ് ആണ് കേട്ടോ, മിലിറ്ററി ജനറൽസ് ആണ് അവരൊക്കെ. ആൻഡ് ദേ ബിക്കേം ദി റൂളേഴ്സ്. അപ്പോ ഈ പോംപെ ആണ് ഈ ഫസ്റ്റ് ട്രിംവിറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ക്രേസസിന്റെ കൂടെ അതുപോലെ തന്നെ ജൂലിയസ് സീസറിന്റെയും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് ട്രിംവിറേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 3 പേരും കൂടിയിട്ട് മൊത്തത്തിലുള്ള ഒരു റോമൻ എംപയറിനെ ഭരിക്കുന്നത് തന്നെയാണ് നമ്മൾ ട്രിംവിറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ ട്രിംവിറേറ്റ് മീൻസ് എ റൂളിംഗ് ബോർഡ്, ഭരിക്കുന്ന ഒരു ബോർഡാണ് അത്, റൂളിംഗ് ബോർഡ് ഓഫ് 3 men. ട്രിംവിറേറ്റ് എന്ന് പറയുന്നത് 3 പേഴ്സൺ എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പൊ റൂളിംഗ് ബോർഡ് ഓഫ് 3 men. ഈ ഭരിക്കാൻ അവർക്ക് ആർമിയുടെയും ജനങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിംവിറേറ്റ് വന്നപ്പോ ജനങ്ങളുടെ സഹായം ഉണ്ടാവുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആർമിയുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 3 റൂളേഴ്സും ആർമിക്കും അതുപോലെ പീപ്പിളിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ സെനറ്റ് ബിക്കെയിം പവർലെസ് ആവുകയാണ്. ഓക്കെ, പവർലെസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ഇതിനെയാണ് ട്രിംവിറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രേസസിന്റെ മരണശേഷം സീസറും പോംപെയും തമ്മിലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോംപെ എന്ത് ചെയ്യുന്നു, ഹി ഫെൽറ്റ് ത്രട്ടൻഡ് ബൈ സീസേഴ്സ് മിലിറ്ററി പവർ. സീസറിന്റെ മിലിറ്ററി പവർ ഇദ്ദേഹത്തിന് ഒരു ത്രട്ടൺ ആവുമെന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോ ഹി അലൈൻഡ് വിത്ത് ദി സെനറ്റ്. അപ്പൊ പോംപെ എന്ത് ചെയ്യുന്നു, സെനറ്റുമായിട്ട് ഒരു ടൈപ്പ് നടത്തുന്നുണ്ട്. ഇനി സീസർ ആണെങ്കിലോ, ഹി വാസ് എ ബ്രില്യന്റ് ജനറൽ. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാം എന്താണ്, മിലിറ്ററി ജനറൽസ് ആണ്. അപ്പൊ ഇദ്ദേഹം സീസർ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഗൗളിലേക്ക് ഹി വാസ് നോൺ ആസ് ദി വിക്ടർ ഓഫ് ദി ഗൗളിന്റെ ഒരു വിക്ടർ ആയിട്ട് അറിയപ്പെടുന്ന സീസർ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റൈവൽസിനെ എല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്യുകയും ആൻഡ് ഹി ബിക്കെയിം ദി ഡിക്റ്റേറ്റർ ഫോർ ലൈഫ് എന്ന് അറിയപ്പെടുകയും തുടങ്ങുന്നുണ്ട്. 44 BC കൂടി ഹി ബിക്കെയിം ടു നോൺ ആസ് ദി ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്. അപ്പൊ അദ്ദേഹത്തിന് 2 ടൈറ്റിൽസ്, ഒന്ന് വിക്ടർ ഓഫ് ഗൗൾ എന്ന് അറിയപ്പെടുന്നുണ്ട്, അതുപോലെ ഡിക്റ്റേറ്റർ ഫോർ ലൈഫ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ലേറ്റർ അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂട്ടസ് തന്നെയാണ് അദ്ദേഹത്തിനെ വധിക്കുന്നത്. അപ്പൊ ജൂലിയസ് സീസറിന്റെ ബ്രൂട്ടസിന്റെയും സ്റ്റോറിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ബ്രൂട്ടസ് കിൽഡ് ഹിം. സോ അതുകൊണ്ടാണ് യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ നമ്മളിപ്പോ പറയുന്നത് അല്ലെ. ഓക്കെ, സെക്കൻഡ് ട്രിംവിറേറ്റ്, രണ്ടാമത്തെ ഈ ഒരു 3 അംഗ സഖ്യം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ 2 ലെഫ്റ്റനന്റ്, സീസറിന്റെ 2 ലെഫ്റ്റനന്റ്സ് ആണ് മാർക്ക് ആന്റണിയും അതുപോലെ തന്നെ ഒക്ടേവിയനും. ഈ ഒക്ടേവിയനാണ് കേട്ടോ പിന്നീട് ഓഗസ്റ്റസ് ആവുന്നത്. മാർക്ക് ആന്റണി ആൻഡ് ഒക്ടേവിയൻ. അപ്പൊ അവരാണ് പിന്നീട് സെക്കൻഡ് ട്രിംവിറേറ്റ് ആരംഭിക്കുന്നത്. അപ്പൊ ഒക്ടേവിയൻ, മാർക്ക് ആന്റണി, അതുപോലെ തന്നെ ഇവരോട് ഒപ്പം ജോയിൻ ചെയ്ത മറ്റൊരു പേഴ്സൺ ആണ് ലെപ്പിഡസ് എന്ന് പറയുന്നത് കേട്ടോ. ദേ ഫോം ദി സെക്കൻഡ് ട്രിംവിറേറ്റ്. അപ്പൊ ഫസ്റ്റ് ട്രിംവിറേറ്റും സെക്കൻഡ് ട്രിംവിറേറ്റും മനസ്സിലായല്ലോ. ഫസ്റ്റത്തേല് പോംപെ, സീസർ ആൻഡ് സീസർ ആൻഡ് ക്രേസസ്. അപ്പൊ ക്രേസസിന്റെ മരണശേഷം പോംപെ സീസറിന്റെ ഒരു അധികാരത്തില് ഭയപ്പെടുകയും ഈ സെനറ്റിന്റെ കൂടെ ചേരുകയും ഇദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂട്ടസ് തന്നെ അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ട്രിംവിറേറ്റ് വരുന്നത് ഈ സീസറിന്റെ തന്നെ ലെഫ്റ്റനന്റ്സ് ആയിട്ടുള്ള മാർക്ക് ആന്റണിയും ഒക്ടേവിയനും പിന്നെ ലെപ്പിഡസും ചേർന്നിട്ടാണ്.
സോ ഈ ഈ എംപയറിനെ പിന്നീട് ഈ 3 ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്യുകയും അവര് ആ ഡിവിഷനിൽ ഭരിക്കുകയും ചെയ്തിരുന്നു. ലേറ്റർ ഇവരുടെ ഇടയിലും എന്താണ് തർക്കങ്ങള് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒക്ടേവിയൻ അല്ലെങ്കിൽ ഒക്ടേവിയൻ ഹി ഡിഫീറ്റഡ് മാർക്ക് ആന്റണിയെ ബാറ്റിൽ ഓഫ് ആക്ടിയം യുദ്ധത്തില് ഡിഫീറ്റ് ചെയ്യുകയും അങ്ങനെ ഈ മാർക്ക് ആന്റണീനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലെപ്പിഡസിന്റെ അധികാരങ്ങളെല്ലാം ഒക്ടേവിയന് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ആന്റണീനെയും ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് അതോറിറ്റി ആയിട്ട് ഒക്ടേവിയൻ മാറുന്നു. സോ ഹി ബിക്കെയിം അൺഡിസ്പ്യൂട്ടഡ് മാസ്റ്റർ ഓഫ് ദി റോമൻ വേൾഡ്. അതിനുശേഷം അദ്ദേഹം ഒരു അൺഡിസ്പ്യൂട്ടഡ് മാസ്റ്റർ ആയിട്ട് മാറുന്നു. റോമൻ എംപയറിൽ അല്ലെങ്കിൽ റോമൻ വേൾഡിൽ ഒരു പുതിയ ചരിത്രം, ന്യൂ ഇറ ആരംഭിക്കാനായിട്ട് അത് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് അതോട് കൂടിയിട്ട് എൻഡ് ആവുന്നു. അതിനുശേഷം പുതിയൊരു ഇറ ആരംഭിക്കുന്നതാണ്. അതാണ് ഓഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒക്ടേവിയൻ ആണ് പിന്നീട് ഓഗസ്റ്റസ് എന്നുള്ള പേര് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഗസ്റ്റൻ ഏജ് ആണ്. ഒക്ടേവിയൻ അല്ലെങ്കിൽ ഓഗസ്റ്റസ് അദ്ദേഹം മാർക്ക് ആന്റണീനെ ബാറ്റിൽ ഓഫ് ആക്ടിയത്തിലെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് അൺഡിസ്പ്യൂട്ടഡ് മാസ്റ്റർ ഓഫ് ദി റോമൻ വേൾഡ് ആയിട്ട് മാറുന്നത്. ആൻഡ് ഹി വാസ് റെഫേർഡ് ആസ് പ്രിൻസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സിറ്റിസൺ എന്നാണ്. സോ അദ്ദേഹം അറിയപ്പെടുന്നത് ഫസ്റ്റ് സിറ്റിസൺ അല്ലെങ്കിൽ ദ പ്രിൻസപ്പ് എന്നാണ് കേട്ടോ. സോ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിലെ സമാധാനത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളറാണ്, ഒരു ഭരണാധികാരിയാണ് ഒക്ടേവിയൻ. അദ്ദേഹം റോമില് സമാധാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു മൊണാർക്ക് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് ലാറ്റിനിലെ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം വരുന്നത് ഇംപരേറ്റർ എന്നാണ് കേട്ടോ. വിക്ടോറിയസ് ജനറൽ എന്ന അർത്ഥം വരുന്നത് ഇംപരേറ്റർ എന്നാണ് അതിന്റെ. ഓഗസ്റ്റസ് അദ്ദേഹം ഒക്ടേവിയൻ പിന്നീട് ഓഗസ്റ്റസ് ആവുന്നു. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓഗസ്റ്റസ് എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇംപരേറ്റർ അല്ലെങ്കിൽ വിക്ടോറിയസ് ജനറൽ എന്നാണ്. സോ ഇദ്ദേഹം ഓഗസ്റ്റസ് റൂളർ ആയതിനു ശേഷം അദ്ദേഹമാണ് ഫസ്റ്റത്തെ എംപറർ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പീരീഡിന് ശേഷമുള്ള റോമിന്റെ ഒരു റൂളേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് എംപറേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡ് തൊട്ട് റോമിന്റെ ഹിസ്റ്ററി അറിയപ്പെടുന്നത് ഏജ് ഓഫ് എംപയർ എന്ന് കൂടിയാണ്. അപ്പൊ ഓഗസ്റ്റേനിയൻ ഏജ് എന്ന് കൂടാതെ തന്നെ ഏജ് ഓഫ് എംപയർ എന്നും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ പീരീഡ് അറിയപ്പെടുന്ന മറ്റൊന്നാണ് പാക്സ് റൊമാന എന്ന് പറയുന്നത്. പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോമൻ പീസ് എന്നുള്ളതാണ്, സമാധാനം നിലനിൽക്കുന്ന റോമൻ വേൾഡ് എന്നുള്ള അർത്ഥമാണ് പാക്സ് റൊമാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റോമില് സമാധാനം നിലനിൽക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പാക്സ് റൊമാന എന്നറിയപ്പെടുന്നു. എംപയർ ആരംഭിക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് ഇത് ഏജ് ഓഫ് എംപയർ എന്നറിയപ്പെടുന്നു. സോ ഈ ഏജ് ഓഫ് എംപയർ പിന്നീട് ഡിക്ലൈൻ ചെയ്യുന്നത് ഒരു 3rd സെഞ്ചുറിയോട് കൂടി ഇത് എന്താണ് 3rd സെഞ്ചുറി AD യോട് കൂടി റോമൻ എംപയറിന്റെ ഡിക്ലൈനും ആരംഭിക്കുന്നുണ്ട്. അതുവരെ ഇതൊരു പ്രതാപകാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ഏജ് കൂടിയാണ്. മെഡിറ്ററേനിയൻ വേൾഡിലേക്ക് അവരുടെ എക്സ്പാൻഷനും മെഡിറ്ററേനിയൻ വേൾഡിന്റെ എക്സ്പാൻഷനേക്കാൾ ഉപരിയായിട്ട് ഒരു യൂണിഫിക്കേഷൻ അവിടെ നടക്കുന്ന ഒരു പീരീഡ് കൂടിയാണ്. പക്ഷെ ഗ്രാജുവലി പല എംപറേഴ്സും പല അധികാരം നിലനിർത്താനൊക്കെ ആയിട്ടുള്ള സ്ട്രോങ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ഈ ഒരു റോമൻ എംപയറിന്റെ കൊളാപ്സിലേക്ക് നയിക്കുന്നു. അതോടൊപ്പം തന്നെ ബാർബേറിയൻ അറ്റാക്സ്, ജർമാനിക് ട്രൈബ്സിന്റെ അറ്റാക്ക് തുടങ്ങിയവ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ റോമൻ എംപയറിന്റെ കൊളാപ്സിലേക്ക് എത്തുന്നു. അപ്പൊ അതുവരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു പാക്സ് റൊമാനിക് അല്ലെങ്കിൽ റോമൻ പീസ് നിലനിൽക്കുന്ന ഒരു പീരീഡ് ആണ്. നമ്മൾ നോക്കുന്ന ഓഗസ്റ്റസിന്റെ പീരീഡ് ആണല്ലോ. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നോക്കുന്നത് പൊളിറ്റിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ അദ്ദേഹം സെനറ്റിന് ഒരുപാട് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹി പ്രൊവൈഡ് സെനറ്റ് വിത്ത് എ ലോട്ട് ഓഫ് അതോറിറ്റി. ആൻഡ് ഈ സെനറ്റിന് അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഈ സെനറ്റിന്റെ അഭിപ്രായം ചോദിക്കുകയും മെഷേഴ്സ് എടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഡിസ്കഷൻസ് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇറ്റലിയിൽ അവരുടെ അധികാരം
റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് സെനറ്റിന് ലെജിസ്ലേറ്റീവ് നിയമപരമായിട്ടുള്ള അധികാരം പിന്നീട് അദ്ദേഹം നൽകുന്നുണ്ട്. ട്രിബ്യൂണിന് ഇപ്പൊ നമ്മൾ സെനറ്റിന്റെ അധികാരത്തെ പറ്റി പറഞ്ഞു. ഇനി ട്രിബ്യൂണിന് എങ്ങനെ ഓഗസ്റ്റസ് അതായത് സാധാരണ സിറ്റിസൺസിന്റെ ഒരു അസംബ്ലി ആണല്ലോ ട്രിബ്യൂൺ എന്ന് പറയുന്നത്. അത് ആ ഓഗസ്റ്റസ് ഈ ട്രിബ്യൂണിനെയും നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് എല്ലാ രീതിയിലുള്ള അവകാശം, അതായത് വീറ്റോ ലെജിസ്ലേഷൻ തുടങ്ങിയിട്ടുള്ള പിന്നെ മറ്റ് അധികാരങ്ങളൊക്കെ നൽകുന്നതായിട്ട്, റൈറ്റ്സ് നൽകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ട്രിബ്യൂണിനെയും സെനറ്റിനെയും ഒരുപോലെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇനി പ്രോവിൻസസ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്, നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം ആർമീനെ സ്റ്റേഷൻ ചെയ്യുന്നതായിട്ട്, ആർമി ഫ്രണ്ടിയേഴ്സിലും അതുപോലെ തന്നെ ഫ്രണ്ടിയർ ഈ പ്രവിശ്യകൾ ഉണ്ടല്ലോ, അവിടെ എല്ലാം ആർമി പുറമേ നിന്നുള്ള അറ്റാക്ക് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർമീനെ സ്റ്റേഷൻ ചെയ്യുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ പ്രൊവിൻഷ്യൽ റൂളിനും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ലേറ്റർ ഓൺവേർഡ്സ് അദ്ദേഹത്തിന്റെ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അൺലിമിറ്റഡ് പവർ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അൺലിമിറ്റഡ്, അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പവർ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആയിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയൊരു ബ്യൂറോക്രസി അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബ്യൂറോക്രസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്വിസ്ട്രിയൻസ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് എന്ന് പറയില്ല, നമ്മുടെ ന്യൂലി എമേർജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ക്ലാസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പുതിയ ബ്യൂറോക്രസിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പല ടൈറ്റിലുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രിയഫെക്ടി, പ്രൊക്യൂറേറ്റേഴ്സ്, പ്രിയസൈഡ്സ് തുടങ്ങിയിട്ടുള്ള ടൈറ്റിലുകൾ നൽകിക്കൊണ്ട് അവരെ പുതിയ ബ്യൂറോക്രസിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള ബ്യൂറോക്രാറ്റ്സിനെ വെറുതെ അല്ല, സ്റ്റൈപ്പൻഡ് നൽകിക്കൊണ്ടാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസിന് അവർക്ക് സ്റ്റൈപ്പൻഡ് നൽകുകയും അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിന്, അതായത് പ്രിൻസിപ്പ് എന്ന് പറയുന്നത് റൂളർ തന്നെയാണ്, ഓഗസ്റ്റസ് തന്നെയാണ്, അദ്ദേഹത്തിനോട് ലോയൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനമാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അപ്പൊ അതിനു വേണ്ടിയിട്ട് സേഫ്റ്റി, ഹാർമണി, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നുകയും അതിനുവേണ്ട സ്റ്റെപ്സ് അദ്ദേഹം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹാർമണി നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പോലീസിംഗ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നൈറ്റ് പോലീസിനെ, രാത്രി കാലങ്ങളിൽ കാവല് നിൽക്കാനായിട്ടുള്ള നൈറ്റ് പോലീസിനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ച്മാൻ, 7 കമ്പനീസ് ഓഫ് വാച്ച്മാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ഫ്രീഡ് മെൻ ആണ് ഇതില് സർവീസിൽ ഉണ്ടായിരുന്നത്. ഇനി ഇവരെല്ലാം ഈ പോലീസിനെയും വാച്ച്മാനെയും ഒക്കെ കമാൻഡ് ചെയ്യാനായിട്ട് ഒരു കമാൻഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, പ്രിഫെക്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ഇക്വിസ്ട്രിയൻ പ്രിഫെക്ട്സിനെ തന്നെയാണ്, ഇക്വിസ്ട്രിയൻസിനെ തന്നെയാണ് ആ ഒരു പോസ്റ്റിലേക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഗാർഡിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെയും രാജാവിന്റെയും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറ്റൊരു ഗാർഡിനെ, പ്രിയേറ്റോറിയൻ ഗാർഡിനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി അത് 9 പേരാണ് അതിലുള്ളത്. അതില് 9 കൂട്ടങ്ങൾ അല്ലെങ്കിൽ 9 ഗ്രൂപ്പ് ഓഫ് ആർമിയാണത്. അതില് 3 ആർമി അദ്ദേഹം റോമിനകത്തും ബാക്കിയുള്ള കൂട്ടത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഗാർഡ്സിനെ അദ്ദേഹം ഈ നെയ്ബറിംഗ് റീജിയൻസിലേക്കും സ്റ്റേഷൻ ചെയ്യുകയാണ്. സെൽഫ് പ്രൊട്ടക്ഷനും റോമിന്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നു. ഇതിലും മെയിൻലി ക്രിസ്ത്യൻസിനെയാണ് അപ്പോയിന്റ് ചെയ്തിരുന്നത് കേട്ടോ. And they became the chief assistants of the Augustus. Augustusന്റെ ചീഫ് അസിസ്റ്റന്റ് ആയിട്ട് മാറുന്നു.
സോ ഇത് എന്തിലേക്ക് ഈ ഇക്വിസ്ട്രിയൻസിനെ കൂടുതൽ അധികാരം ലഭിക്കുന്നതായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഓൾറെഡി അധികാരം കൈയാളിയിരുന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്നത്, റോമൻ അരിസ്റ്റോക്രാറ്റ്സ്. അവരുടെ അധികാരം ബ്രോക്കൺ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്, പുതിയൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അവര് ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിലേക്ക് വരുന്നു, പോലീസ് സിസ്റ്റത്തിലേക്ക്, മിലിറ്ററി സിസ്റ്റത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ആൻഡ് എംപററിന്റെ ചീഫ് അസിസ്റ്റന്റ് ആയിട്ട് വരെ അവര് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ അരിസ്റ്റോക്രാറ്റ്സിന്റെ അധികാരം നഷ്ടപ്പെടുകയാണ്. ഇനി ആന്റോണിയസിന്റെ മറ്റൊരു എംപററായിട്ട് ആന്റോണിയസിന്റെ പീരീഡിലാണ് സിറ്റിസൺഷിപ്പ്, റോമൻ സിറ്റിസൺഷിപ്പ് ഒരു അതായത് ത്രൂ ഔട്ട് ദി എംപയറിലേക്ക് ഫ്രീ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏതൊരു പേഴ്സണും റോമൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന രീതിയിൽ റോമൻ എംപയറിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാ ഫ്രീ ഇൻഹാബിറ്റന്റിനും റോമൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ആന്റോണിയസ് ആണ്. പിന്നീട് മറ്റു ഡെവലപ്മെന്റ്സും പിന്നീട് ലേറ്റർ പീരീഡിൽ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നാണ് പോസ്റ്റൽ സർവീസ്. അത് മെയിൻലി കമ്മ്യൂണിക്കേഷൻ, പ്രവിശ്യകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റൽ സർവീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോവിൻഷ്യൽ ഗവർണേഴ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് ഈ പീരീഡിൽ കാണുന്നുണ്ട്. സോ അവർക്ക് റെഗുലർ സാലറീസ് നൽകുന്ന വന്ന് അവരെയും സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എംപയറിന്റെ ഒരു നിലനിൽപ്പിന് പ്രോവിൻഷ്യലൈസേഷൻ കൂടി, അതായത് സെൻട്രൽ പവറിനോട് കൂടി നിർത്തുന്ന പ്രവിശ്യകളെയും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ എംപയറിന്റെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് അത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓഗസ്റ്റസിന്റെ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ആർമിയിൽ ഉണ്ടായിട്ടുള്ള റിഫോംസ്. അപ്പൊ ഒരു സ്ട്രോങ് പ്രൊഫഷണൽ ആർമീനെ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സോൾജിയേഴ്സിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, റിവോൾട്ട് അല്ലെങ്കിൽ അവർ റെബല്യൻ നടത്തിയിരുന്ന മെയിൻലി എന്താണ്, അവർക്ക് ലാൻഡ് വേണം, അതുപോലെ തന്നെ മറ്റ് അലവൻസസ് വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഓഗസ്റ്റസ്. അതായത് ഹി അലോട്ടഡ് ലാൻഡ് ടു ദി സോൾജിയേഴ്സിന് ലാൻഡ് നൽകുന്നുണ്ട്. അതായത് മെയിൻലി ഈ സിവിൽ വാറില് ഡീമൊബിലൈസ് ആയിട്ട് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർക്ക് അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോൾജിയേഴ്സിന് അദ്ദേഹം ലാൻഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ട ഫിനാൻസ് ധനസഹായവും അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ പെസന്റ് സോൾജിയർ, നമ്മൾ പറഞ്ഞു പെസൻസ് ആണ് സോൾജിയേഴ്സ് ആയിട്ട് മാറുന്നത്, അപ്പൊ അവർക്ക് വേണ്ട ഗ്രാന്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ജൂലിയസ് സീസറും എന്താണ്, വളരെ ജനഹിതം മനസ്സിലാക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ സോൾജിയേഴ്സിന് അവരുടെ പേയ്മെന്റ് ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പീരീഡിലും ഓഗസ്റ്റസിന്റെ പീരീഡിലും ഈ സോൾജിയേഴ്സിനെ ഫ്രണ്ട്ലി ആയിട്ട് കാണുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നുണ്ട്. സോ അവരുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഓഗസ്റ്റസിന് ഉണ്ടായിരുന്നു. അപ്പൊ അധികാരം നിലനിർത്താനും അധികാരത്തിൽ വരാനും അത് നിലനിർത്താനും ഈ സോൾജിയേഴ്സിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇനി 6th സെഞ്ചുറി മുതൽക്ക് തന്നെ ഈ വാർ വെറ്ററൻസ്, അതായത് സോൾജിയേഴ്സ് ആയിട്ട് വിരമിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ക്യാഷ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ പെൻഷൻ ഒക്കെ പോലെ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു 30 വർഷത്തെ സേവനത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന വേജസിനോട് തുല്യമായിട്ടുള്ള എമൗണ്ട് ആയിരുന്നു അവർക്ക്, അല്ലെങ്കിൽ അത്രയും വർത്ത് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ് അവർക്ക് ലഭിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് പെയ്ഡ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ധനസഹായം നൽകാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രഷറി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, മിലിറ്ററി ട്രഷറി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇവർക്കുള്ള പണം എല്ലാം നൽകി വന്നിരുന്നത്. ഇനി ആർമിയുടെ കാര്യത്തിൽ തന്നെ ആർമിയുടെ ലീജിയൻസിന്റെ എണ്ണം, അതായത് ഒരുപാട് ആളുകളെ ഇങ്ങനെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് ആർമിയുടെ എണ്ണം, ആർമി ട്രൂപ്പുകളുടെ അല്ലെങ്കിൽ ലീജിയൻസിന്റെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. അതായത് 58 നിന്ന് 32 കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതൊരു റെവല്യൂഷണറി റിഫോം ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ കൺസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണിത്, നിർബന്ധമായിട്ടും അതായത് ഒരു ഭൂമി കൈവശമുള്ള ഏതൊരു പെസന്റും എന്താണ്,
ഏതൊരു ഫ്രീ മെന്നും ആർമിയില് റോമൻ ആർമിയുടെ ഭാഗമാകണം എന്നുള്ള ഒരു കമ്പൽസറി നിയമം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഒരു നിയമം വരുന്നത്. അതായത് ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പൊ എല്ലാ ആളുകളും ഇതിന്റെ ഭാഗമാവണം എന്ന് ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. അപ്പൊ ഇതൊരു റെവല്യൂഷണറി റിഫോം ആയിട്ടാണ് കാണുന്നത്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്? ഒക്ടേവിയൻ അല്ലെങ്കിൽ ഓഗസ്റ്റസിന്റെ പീരീഡിലാണ് ഇത് നടക്കുന്നത്. സോ ഇതൊരു നമ്മുടെ സാധാരണ പെസൻസിന് ഇതൊരു വലിയൊരു ആശ്വാസമായിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പൊ എത്രയാണ് നമ്മുടെ ആർമിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങള്. ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് റിഫോം എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് നോക്കാം. അദ്ദേഹം ഈ സാധാരണക്കാരായിട്ടുള്ള സിറ്റിസൺസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഓഗസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലില് എസ്പെഷ്യലി അർബൻ പ്രോലിറ്ററേറ്റിന് കോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അതോടൊപ്പം തന്നെ വൈൻ ആൻഡ് ഓയിൽ ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ്. സെക്കൻഡ് സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി എല്ലാ ആളുകൾക്കും ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഫുഡ് ഹാഡ് കം ടു ഇൻക്ലൂഡ് വൈൻ ആൻഡ് ഓയിൽ. ഫുഡിനോടൊപ്പം തന്നെ വൈനും അതുപോലെ തന്നെ ഓയിലും ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഈജിപ്റ്റ് റോമൻ എംപയറിന്റെ ഭാഗമായതിനോട് ശേഷം കോണിന്റെ സപ്ലൈ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അത് എല്ലാ ആളുകളിലേക്കും എത്തുന്നുണ്ട് കേട്ടോ. ഇനി മറ്റൊരു ഡെവലപ്മെന്റ് അദ്ദേഹം റിഫോം അല്ല ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതാണ്. അദ്ദേഹം ഒരുപാട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതില് ഉള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സാധാരണക്കാരായ ആളുകളെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു ഈ പണിക്കായിട്ട്. അപ്പൊ അവർക്ക് അതൊരു സഹായമായിട്ട് മാറുന്നു. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള പുവർ ആയിട്ടുള്ള ആളുകളെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളിലേക്ക് അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രോഗ്രാമുകളിലേക്ക് എംപ്ലോയ് ചെയ്യുന്നതോടുകൂടി ഒരു അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കാനായിട്ട് അത് സഹായിക്കുന്നത്. ഇനി മറ്റൊന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെനറ്റിലെ അംഗങ്ങളോടും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനുള്ള ചെലവ് ആര് നോക്കണം? അവർ സ്വയം നോക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടം അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന റോം എന്ന് പറയുന്നത് റോം ആസ് എ സിറ്റി ഓഫ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോമിനെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. പിന്നീട് അദ്ദേഹം ലെഫ്റ്റ് ചെയ്യുന്നത് മറ്റാളുകൾക്ക് കൈമാറുന്നത് എങ്ങനെയുള്ള സിറ്റിയാണ്? സിറ്റി ഓഫ് മാർബിൾ ആയിട്ട് അദ്ദേഹം മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എല്ലാം കൊണ്ടുവരാനായിട്ട് ഓഗസ്റ്റസിന്റെ പീരീഡിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഓഗസ്റ്റസിന് സാധിച്ചു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പീരീഡിനെ എന്തെന്ന് അറിയപ്പെടുന്നതും റോമൻ പീസ് എന്ന് അല്ലെങ്കിൽ പാക്സ് റൊമാന എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി റിലീജിയനിലും അതുപോലെ തന്നെ മൊറാലിറ്റി ആയാലും കൊണ്ടുപോകാൻ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബിലീഫ് സിസ്റ്റത്തിൽ അദ്ദേഹത്തിന്റെ റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിൻലി അദ്ദേഹം ട്രഡീഷണൽ വാല്യൂസിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഗസ്റ്റസ്. സോ പിന്നെ അതുപോലെ തന്നെ ഈ അനാചാരങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, മെയിൻലി അഡൾട്ടറി അതുപോലെ തന്നെ ഡിവോഴ്സ് തുടങ്ങിയവ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഏർലി മാരേജിന് മെയിൻലി ഏർലി മാരേജിന്റെ ഉപകാരം എന്ന് പറയുന്നത് ഈ അഡൾട്ടറി ഇല്ലാതെ വ്യഭിചാരം ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഏർലി മാരേജിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കണ്ടന്റ് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപാട് റെസ്ട്രിക്ഷൻസ്, അതായത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഒരു പോയറ്റ് ആയിട്ടുള്ള ഓവിഡ്. ഓവിഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓവിഡ് ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയിൽ സെക്ഷൽ എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ പോയം റേസി ലവ് പോയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു അത്തരത്തിലുള്ള ഒരു സെക്ഷൽ കണ്ടന്റ് ഉള്ള ഒരു പോയം ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പനിഷ്മെന്റ്, അങ്ങനെയുള്ള ഒരു പോയം എഴുതി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്ലാക്ക് സീയിലേക്ക് അദ്ദേഹം എക്സൈൽ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹാർഷ് ആയിട്ടുള്ള പനിഷ്മെന്റ് പോലും നൽകാൻ മടിയില്ലാത്തൊരു റൂളർ കൂടിയായിരുന്നു ഓഗസ്റ്റസ്. പിന്നെ സ്വന്തം മകളെ പോലും അതായത് ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, സെക്ഷൽ ബിഹേവിയർ കാണിച്ച അദ്ദേഹത്തിന്റെ മകള് ജൂലിയനെ 5 വർഷത്തേക്കാണ് ഇദ്ദേഹം മറ്റൊരു ഐലാൻഡിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. അപ്പൊ അവരുടെ അവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെന്നിനെ പോലും കാണാനായിട്ട്
അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വൈൻ യൂസ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് കൺട്രോളിൽ ആയിട്ട് ഒരു ഐലൻഡിലേക്ക് അവരതിനെ എക്സൈൽ ചെയ്തു. മകളെയാണ് എക്സൈൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റൂളർ കൂടിയായിരുന്നു ഓഗസ്റ്റസ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ റിലീജിയസ് പ്രാക്ടീസസിൽ ട്രഡീഷണൽ റിലീജിയസ് പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന റൂളറാണ് ഓഗസ്റ്റസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ടെമ്പിൾസിനെയും അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതായത് പല ബിൽഡിങ്സ് പുതിയതായിട്ട് പണിയുന്നുണ്ട് ടെമ്പിൾസ്. അതുപോലെ തന്നെ പല ബിൽഡിങ്സും പഴയത് റിനോവേറ്റ് ചെയ്തത് ടെമ്പിൾസ് ആക്കിയിട്ടും അദ്ദേഹം മാറ്റുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഓൾഡ് മുന്നുണ്ടായിരുന്ന ഓൾഡ് കൾട്സിനെ തന്നെ എന്താണ് പൂജിക്കാനോ അല്ലെങ്കിൽ ആരാധിക്കാനുള്ള അനുവാദം ലഭിച്ചിരുന്നു. അറ്റ് ദ സെയിം ടൈം ഫോറിൻ ഗോഡ്സ്, പുതിയതായിട്ട് പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഫോറിൻ ബിലീഫ്സ് ഗോഡ്സിനെയൊക്കെ അദ്ദേഹം അതിന്റെ എല്ലാം വർഷിപ്പിനെ അദ്ദേഹം ബാനും ചെയ്തിരുന്നു. അപ്പൊ ഓൾഡ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് ഓഗസ്റ്റസ്. ഓക്കെ, അത്രയാണ് അദ്ദേഹത്തിന്റെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ എക്കണോമിക് റിഫോം എന്ന് പറയുന്നത്. അപ്പൊ വലിയ രീതിയിലുള്ള എക്കണോമിക് മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ പീരീഡിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ഇങ്ങനെയുള്ള ഒരു പാക്സ് റൊമാന അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റോമിന്റെ ഒരു സാഹചര്യത്തില് എന്താണ് കൊമേഴ്ഷ്യൽ എക്സ്പാൻഷൻ അല്ലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് എക്സ്പാൻഷൻ ഓഫ് കൊമേഴ്സ് അവിടെ എസ്പെഷ്യലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു മാസ് മാർക്കറ്റിലേക്ക്, വലിയ ആളുകളുടെ ഇടയിലേക്ക് ഇത് എത്തുന്നില്ല. ഇതിൽ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇത് ചില ആളുകളുടെ കയ്യിൽ മാത്രം നിയന്ത്രിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്, എസ്പെഷ്യലി വെൽത്തി ആയിട്ടുള്ള ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എല്ലാ ആളുകളുടെയും കൈകളിലേക്ക് അത് എത്തുന്നില്ല. ഇനി ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലാറ്റിഫൂണ്ടിയ എന്ന് പറഞ്ഞു. എന്താണത്? സ്ലേവ്സിന്റെ ഒരു സ്ലേവ്സ് വർക്ക് ചെയ്യുന്ന ലാൻഡ് ആണ് ലാറ്റിഫൂണ്ടിയ എന്ന് പറയുന്നത്, അല്ലെ? ഹ്യൂജ് എസ്റ്റേറ്റ് ആണത്. സോ അങ്ങനെയുള്ള ഒരു എസ്റ്റേറ്റ്സ് പ്രോസ്പെറസ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് ആണ് എക്സ്റ്റെൻഡ് ഓഫ് ദി ഏർലി എംപയർ. എങ്ങനെയാണ് ഈ ഒരു പീരീഡിലെ എന്താണ് എംപയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ പല മറ്റ് നെയ്ബറിംഗ് കൺട്രീസിനെയും നെയ്ബറിംഗ് കിങ്ഡത്തെയൊക്കെ അനക്സ് ചെയ്ത് റോമൻ എംപയറിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നതുകൊണ്ടാണ് ഈ റോമ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് എംപയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒന്നാണ് ഡേഷ്യൻ കിങ്ഡം എന്ന് പറയുന്നത്. ദാനൂബ് റിവറിന്റെ സൗത്ത് ഈസ്റ്റ് റീജിയനിൽ വരുന്ന ഒരു കിങ്ഡാണ് ഡേഷ്യൻ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കോൺകർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഗോൾഡ് മൈൻസ്, സ്വർണ്ണ ഖനികൾ അനക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് കോയിൻസ് ഒക്കെ ആവശ്യമായ ഗോൾഡൊക്കെ സഫീഷ്യന്റ് ആയിട്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. സോ അങ്ങനെ പല പ്ലേസസും കോൺകർ ചെയ്യുകയും അനക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരൊരു ഫ്രോണ്ടിയേഴ്സ് എൻലാർജ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓഗസ്റ്റസിന്റെ കാലഘട്ടം മുതൽക്ക് ട്രാജന്റെ ഒരു പീരീഡ് വരേക്ക് മറ്റൊരു എംപയർ ആണ് ട്രാജൻ. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം വരേക്കും റോമൻ എംപയർ കണ്ടിന്യൂലി എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓഗസ്റ്റസ് മുതൽക്ക് ട്രാജന്റെ പീരീഡ് വരെ ഉള്ള ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിന്റെ ഒരു എക്സ്പാൻഷൻ പീരീഡ് കൂടിയാണ്. സോ ജർമ്മനി മാത്രമാണ്, ഇന്നത്തെ ജർമ്മനിയെ മാത്രമാണ് എന്താണ് ഈ ഒരു ഓഗസ്റ്റസിനെ അല്ലെങ്കിൽ ഈ ഒരു റോമൻ എംപയറേഴ്സിന് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചടക്കാനായിട്ട് പറ്റാതിരുന്നത്. നേരെ മറിച്ച് ഈ ജർമ്മനിയിലെ ജർമ്മൻ ട്രൈബ്സ് ആണ് പിന്നീട് തിരിച്ച് റോമനെ അറ്റാക്ക് ചെയ്യുകയും റോമൻ എംപയർ തകരുകയും ചെയ്യുന്നത് കേട്ടോ. ഇനി മറ്റൊരു എംപറർ ആയിട്ടുള്ള ക്ലൗഡിയസിന്റെ ഒരു പീരീഡില് നമ്മൾ നേരത്തെ പറഞ്ഞ ദാനൂബിന്റെ ഈ സൗത്ത് ഈസ്റ്റ് ഡേഷ്യൻ കിങ്ഡം കൂടാതെ നെക്സ്റ്റ് ക്ലൗഡിയസിന്റെ ഒരു കാലഘട്ടത്തില് ബ്രിട്ടൻ കോൺകസ്റ്റ് ചെയ്യുന്നത് 43 AD യിലാണത് കോൺകസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാജൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ദാനൂബിനും മേലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നീടും ഈ ഒരു എന്താണ് റോമൻ ടെറിറ്ററിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ റൂളറും ക്ലൗഡിയസ്, ഓഗസ്റ്റസ്, ക്ലൗഡിയസ്, ട്രാജൻ എല്ലാ റൂളേഴ്സും എക്സ്പാൻഷൻ, അതായത് പുതിയ പുതിയ ടെറിറ്ററീസ് കോൺകർ ചെയ്ത് റോമൻ എംപയറിന്റെ ഭാഗമാക്കി മാറ്റുന്നു, റോമൻ ടെറിറ്ററി എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ഒരു വലിയൊരു ടെറിറ്ററി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓഗസ്റ്റസിന് ശേഷം വരുന്ന ഒരു എംപറർ അല്ല, എംപറേഴ്സ് മൊത്തം അറിയപ്പെടുന്നത് ജൂലിയോ ക്ലൗഡിയൻ എംപറേഴ്സ് എന്നാണ് കേട്ടോ. ആ ഒരു ഫാമിലി ക്ലാനിൽ പെടുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിൽ പെടുന്ന ബാക്കി എംപറേഴ്സ് ഒക്കെ അറിയപ്പെടുന്നത് ജൂലിയോ ക്ലൗഡിയൻ എംപറേഴ്സ് എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതില് ഫസ്റ്റത്തെ ഒരു റൂളർ, അപ്പൊ ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റിയിൽ വരുന്ന ഫസ്റ്റ് റൂളറാണ് വെസ്പേസിയൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് റൂളറാണ് നീറോ. നീറോനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ റോമ സാമ്രാജ്യം കത്തി അമരുമ്പോ എന്താണ് വയലിൻ വായിച്ച റൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, അദ്ദേഹത്തെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റൂളറാണ് നീറോ. അപ്പൊ ലാസ്റ്റ് ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റി റൂളറാണ് നീറോ. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് റൂളർ വെസ്പേസിയൻ ആണ് കേട്ടോ. സോ ഹി ഹാസ് എ പവർഫുൾ ആർമി. അദ്ദേഹത്തിന് ഒരു പവർഫുൾ ആർമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഫൗണ്ട് ചെയ്യുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഫ്ലേവിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഫ്ലേവിയൻ ഡൈനാസ്റ്റി. സോ ഈ ഫ്ലേവിയൻ ഡൈനാസ്റ്റിയിൽ വരുന്ന ലാസ്റ്റ് റൂളറാണ് ഡൊമീഷ്യൻ. ആൻഡ് ഹി വാസ് അസാസിനേറ്റഡ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഡൊമീഷ്യസിന് ശേഷം സെനറ്റ് അംഗങ്ങളാണ് ഇദ്ദേഹത്തിനെ കൊല്ലുന്നത്. അതിനുശേഷം സെനറ്റ് തന്നെ മറ്റൊരു റൂളറിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് നെർവ. ഓക്കെ, നെക്സ്റ്റ് റൂളർ നെർവ. സോ ഈ ഒരു പീരീഡിനെ 5 ഗുഡ് എംപറേഴ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. 5 റൂളേഴ്സ് ആണ് ഇതിന് ശേഷം ഭരിക്കുന്നത്. അതിനെ 5 ഗുഡ് എംപറേഴ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. സോ ഇതിൽ തന്നെ ലാസ്റ്റ് ഒരു റൂളർ മാർക്കസ് ഒറീലിയസ്, അദ്ദേഹത്തിന് ശേഷം പിന്നീട് എംപയർ ഡിക്ലൈൻ, അതിന്റെ ഒരു ഡിക്ലൈൻ ആരംഭം തുടങ്ങുന്നത് ആ ഒരു പീരീഡോട് കൂടിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എക്സ്റ്റൻഷൻ ഓഫ് ദി എംപയറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് അല്ല, ലേറ്റ് എംപയർ ആണെന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു കാര്യമാണ് ഡിക്ലൈനിൽ പറയുന്നത്. അപ്പൊ ലേറ്റ് എംപയർ ആണ് നെക്സ്റ്റ് ടോപ്പിക്. സോ ഈ സെക്കൻഡ് സെഞ്ചുറിക്ക് ശേഷം ഒരുപാട് അല്ലെങ്കിൽ സെക്കൻഡ് സെഞ്ചുറിയോട് കൂടി ഈ ഒരു എംപയർ അവസാനിക്കുന്നുണ്ടെങ്കിലും പിന്നീടും എന്താണ് കുറച്ചു കാലത്തോളം 100 സെഞ്ചുറിയോളം കൂടി ഇതിന്റെ ഒരു എംപയർ എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ അധികാരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ തേർഡ് സെഞ്ചുറി ആൻഡ് പൊളിറ്റിക്കൽ, അപ്പൊ തേർഡ് സെഞ്ചുറി, സെക്കൻഡ് സെഞ്ചുറിയോട് കൂടി ഇതിന്റെ ഒരു ഡിക്ലൈൻ ആരംഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 100 സെഞ്ചുറിയോട് വരെ അത് നിലനിൽക്കുന്നുണ്ട്. ഒരു എന്താണ് പവർലെസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഉള്ള തേർഡ് സെഞ്ചുറി എങ്ങനെയുള്ളതാണെന്നാണ് നോക്കാം. അപ്പൊ അതിന്റെ പ്രധാന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. അപ്പൊ ഈ ഒരു പീരീഡിൽ ഒരുപാട് റൂളേഴ്സ് ഇങ്ങനെ മാറി മാറി ഭരിക്കല്ല, ഒരുപാട് എംപറേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗത്തു നിന്ന് അവരുടെ ട്രൂപ്പിനെ ഉപയോഗിച്ച് അധികാരം നേടിയെടുക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ഇല്ലാത്ത, അതായത് ഒരു സ്ഥിരതയില്ല, ഒരു സെൻട്രലൈസേഷൻ ഇല്ല. എല്ലാവരും എന്താണ്, ഒരുപാട് ഈ ലീനേജിൽ പെടുന്ന ആളുകളൊക്കെ തന്നെ എംപറർ ആവാൻ വേണ്ടിയിട്ട് അവരൊരു ട്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പരസ്പരം അടികൂടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് പുറമേ നിന്നുള്ള ജർമാനിക് ട്രൈബ്സിന്റെ അറ്റാക്ക് കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ പല ട്രൈബ്സ്, അതായത് നമ്മുടെ മെയിൻലി ഫ്രാങ്ക്സും പിന്നെ ജർമാനിക് ട്രൈബ്സും ഗൗള്, സ്പെയിന് തുടങ്ങിയിട്ടുള്ള പ്ലേസസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജർമാനിക് ട്രൈബ്സിൽ തന്നെ ഗോത്സ് എന്ന് പറയും, വിസിഗോത്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ട്രൈബ്സ് മറ്റ് ഏഷ്യ മൈനർ ഒക്കെ പ്ലണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രൈബൽ അറ്റാക്ക്, അതായത് ഓൾറെഡി പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ ആയിരുന്നു, അതോടൊപ്പം തന്നെ ഒരു പുറമേ നിന്നുള്ള ജർമാനിക് അറ്റാക്ക് കൂടി ഉണ്ടാവുന്നുണ്ട്. സോ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ക്രൈസിസ്, അതിനോടൊപ്പം തന്നെ ഫോറിൻ ഇൻവേഷൻ,
ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് അവിടെ എന്താണ് ഒരു എപ്പിഡമിക്സ് പരന്നു പിടിക്കുന്നതും പകർച്ചവ്യാധി പരന്നു പിടിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഈ റോമിന്റെ ഒരു എക്കോണമീനെ, ആർമീനെ, അതുപോലെ തന്നെ അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രെങ്തിനെ വീക്കാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് അതോടൊപ്പം തന്നെ ഈ എപ്പിഡമിക്സോട് കൂടി തന്നെ എന്താണ് യുദ്ധങ്ങളായാലും എപ്പിഡമിക്സിലായാലും ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം എന്താണ് ലേറ്റ് റോമൻ എംപയറിൽ നടക്കുന്ന ചില ഇൻസിഡൻസ് ആണ്. അപ്പൊ ഈ ലേറ്റ് റോമൻ എംപയറിൽ വരുന്ന ഒരു റൂളറാണ് ഡയോക്ലീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പുതിയതായിട്ട് ഒരു ഈ നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചു പിടിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആർമീനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സോൾജിയേഴ്സിനെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെനറ്റിന്റെ അധികാരം ഇല്ലാതാക്കുന്നു. സെനറ്റിന് അവരുടെ അധികാരം എല്ലാം ലോസ്റ്റ് ആവുന്നുണ്ട്. സോ പിന്നെ അദ്ദേഹം ഡയക്ലീഷ്യന്റെ പീരീഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ടെറിറ്ററിയാണ്. ഈ ടെറിറ്ററിനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് നിന്നുകൊണ്ട് ഭരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് മറ്റാളുകളുടെ സഹായം വേണം. അതിനുവേണ്ടി അദ്ദേഹം ഫോം ചെയ്യുന്നതാണ് ടെട്രാർക്കി എന്ന് പറയുന്നത് കേട്ടോ. ടെട്രാർക്കി ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡയക്ലീഷ്യൻ. ഇനി എന്താണ് ടെട്രാർക്കി? ടെട്രാർക്കി എന്ന് പറഞ്ഞാൽ 3 ആളുകളാണല്ലോ. അപ്പൊ 3 ആളുകള് സോറി ടെട്രാർക്കി എന്ന് പറഞ്ഞാൽ 3 അല്ല 4 ട്രൈ ആണല്ലോ 3. ടെട്ര എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4 ആളുകൾ ചേർന്നുകൊണ്ട് ഭരിക്കുന്നതാണ് ടെട്രാർക്കി എന്ന് പറയുന്നത്. അപ്പൊ 4 ആളുകൾക്ക് ഈ ലാൻഡ് ഈ ടെറിറ്ററി അല്ലെങ്കിൽ റോമൻ എംപയർ ഡിവൈഡ് ചെയ്യുന്നു. ആ 4 ഭാഗങ്ങൾ 4 ആളുകൾ തമ്മിൽ ഭരിക്കുന്നു. അപ്പൊ ഈ 4 ആളുകൾക്ക് ഒരേ പൊസിഷൻ അല്ലാട്ടുള്ളത്. അത് നമ്മൾ പറയാം. ഒന്ന് ഡയക്ലീഷ്യൻ, പിന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു എംപറർ, അതിനെ കോ എംപറർ എന്ന് പറയും, അല്ലെങ്കിൽ ഓഗസ്റ്റസ് എന്ന് തന്നെ പറയും. അപ്പൊ അതിന്റെ ആയിട്ട് മറ്റൊരു കോ എംപറർ ആക്കുന്നത് മാക്സിമിയനാണ്. ഓക്കെ, ഡയക്ലീഷ്യനും മാക്സിമിയനും. പിന്നെ അതുകൂടാതെ 2 സീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗലേറിയസും കോൺസ്റ്റാന്റിയസും. ഓക്കെ, ഗലേറിയസ് ആൻഡ് കോൺസ്റ്റാന്റിയസ്, അങ്ങനെ 2 സീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 4 പേരായിട്ട് ഈ ലാൻഡിനെ മൊത്തത്തിലുള്ള ടെറിറ്ററി 4 ആയിട്ട് വിഭജിച്ച് 4 പേര് ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 305 നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡയക്ലീഷ്യനും മാക്സിമിയന് ശേഷം എന്താണ് ഈ ഗലേറിയസിനെയും കോൺസ്റ്റാന്റിയസിനെയും കോംബറേഴ്സ് ആക്കി മാറ്റുന്നു. അതിനുശേഷം അപ്പൊ കോംബറേഴ്സ് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന സീസേഴ്സ് കോംബറേഴ്സ് ആവുമ്പോ സീസർ പോസ്റ്റ് അവിടെ കാലിയാണ് അല്ലെ, അവിടെ ആരുമില്ല. അപ്പൊ അതിലേക്ക് പുതിയ 2 ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നു. അതാണ് കോൺസ്റ്റാന്റിയസ് ആൻഡ് മാക്സിമിനസ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തത് കോൺസ്റ്റാന്റിയസ് ക്ലോറസ് ആണ്. ഇവിടെ രണ്ടാമത് വരുന്നത് കോൺസ്റ്റാന്റിയസ് ആണ് ആൻഡ് മാക്സിമിനസ്. ആദ്യത്തത് മാക്സിമിയൻ ആണ്. നിങ്ങൾ പേര് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. ഡയക്ലീഷ്യനും മാക്സിമിയനും ആണ് കോ എംപറർ. പിന്നീട് സീസർ ആവുന്നത് ഗലേറിയസും കോൺസ്റ്റാന്റിയസ് ക്ലോറസും. പിന്നീട് ഈ പറഞ്ഞ ഗലേറിയസ് ആൻഡ് കോൺസ്റ്റാന്റിയസ് ക്ലോറസ് ആരായി മാറുന്നു? കോ എംപറേഴ്സ് ആയി മാറുന്നു. അപ്പൊ സീസേഴ്സ് ആവുന്ന കോൺസ്റ്റാന്റിയസും മാക്സിമിനസും. സോ അതാണ് പിന്നീട് വരുന്ന സെക്കൻഡ് ടെട്രാർക്കി എന്ന് പറയുന്നത്. സെക്കൻഡ് ടെട്രാർക്കിയിൽ വരുന്ന ആരൊക്കെയാണ്? അപ്പോ ഗലേറിയസ്, കോൺസ്റ്റാന്റിയസ് ക്ലോറസ്, കോൺസ്റ്റാന്റിയസ് മാക്സിമിനസ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ പറയാനുള്ളത് കോൺസ്റ്റന്റൈൻ ഫസ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഈ ടെട്രാർക്കി കൊളാപ്സ് ചെയ്തതിന് ശേഷം വരുന്നൊരു റൂളറാണ് കോൺസ്റ്റന്റൈൻ ഫസ്റ്റ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങളും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അദ്ദേഹം ഈ ഒരു എംപയറിനെ കുറച്ചും കൂടി പിടിച്ച്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ സെക്കൻഡ് സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരുപാട് ഈ ഇൻസ്റ്റെബിലിറ്റി കാരണം കൊണ്ട് ഡിക്ലൈൻ ആരംഭിക്കുന്നുണ്ടെന്ന്, പിന്നെയും ഒരു 100 വർഷം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ 100 വർഷം നിലനിൽക്കുന്നതില് ആ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ശ്രമിക്കുന്ന ചില റൂളേഴ്സ് ആണ് ഈ പറയുന്ന ഡയക്ലീഷ്യനും കോൺസ്റ്റന്റൈൻ ഫസ്റ്റും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ റൈവൽറി, അദ്ദേഹത്തിനെതിരെ നിന്നിരുന്ന ആർമി കമാൻഡേഴ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തില് വരുന്നത്.
അപ്പൊ ഈ 310 മാക്സിമിയനും 313 മാക്സിമിനസും സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന 2 അധികാരികളാണ് കോൺസ്റ്റന്റൈനും അതുപോലെ തന്നെ ലിസീനിയസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ലിസീനിയസ് ഫൈനലി അദ്ദേഹത്തെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഫൈനലായിട്ട് അധികാരത്തിൽ വരുന്നതാണ് കോൺസ്റ്റന്റൈൻ ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ അധികാരത്തിൽ വന്ന് ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണ്. അതെവിടെയാണ് വരുന്നത്? ഗ്രീക്ക് സിറ്റി ആയിട്ടുള്ള ബൈസന്റേനിയാണത്. ഓക്കെ, ബൈസന്റൈന്യത്തില് നമ്മളിപ്പോ ഒരു ബൈസന്റൈൻ എംപയർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വരുന്ന ബൈസന്റേനിയാണ്. അതിന്റെ പിന്നീട് ഈ ഒരു അദ്ദേഹം കോൺകർ ചെയ്തതിന് ശേഷം അതിന്റെ പേര് മാറ്റുന്നു. അതിനുശേഷം വരുന്ന അല്ല ആ പേര് മാറ്റിയിട്ട് അദ്ദേഹം ഇടുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പേര് തന്നെ ആ സിറ്റിക്ക് ഇടുകയാണ്. അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പേര് നൽകിക്കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ആക്കുന്നു. അതോടുകൂടി എന്താവുന്നു? ഈ റോം എന്ന് പറയുന്ന സിറ്റിയുടെ പൊളിറ്റിക്കൽ പ്രാധാന്യം അതോടുകൂടി ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതോടുകൂടി അവിടെ റോമിന്റെ അധികാരം അവസാനിക്കുകയാണ്. പിന്നീട് ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ബേസ് ചെയ്തുകൊണ്ടാണ്. അതാണ് നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നീട് നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നീട് 100 വർഷം നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഈസ്റ്റേൺ റോമൻ എംപയർ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, പിന്നീട് അത് ഓട്ടോമൻ ടർക്സ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതോട് കൂടിയിട്ടാണ് ഈസ്റ്റേൺ റോമൻ എംപയർ അവസാനിക്കുന്നത്. അപ്പൊ ഈ ഈസ്റ്റേൺ റോമൻ എംപയറിന് തുടക്കം ഇടുന്നത് നമ്മുടെ കോൺസ്റ്റന്റൈൻ ഫസ്റ്റ് ആണ്. അദ്ദേഹം ഈ ബൈസന്റേനിയം ത്തിലേക്ക് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേര് നൽകുന്നതോടുകൂടിയാണ് അവിടേക്ക് ഒരു ചരിത്രം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിക്ലൈൻ ഓഫ് ദി എംപയർ. ഇപ്പൊ ഡിക്ലൈൻ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജർമാനിക് ട്രൈബിന്റെ അറ്റാക്കാണ് ഏറ്റവും ഡിക്ലൈനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പല ഹിസ്റ്റോറിയൻസ് എടുത്തു പറയുന്നത് കേട്ടോ. ഒരുപാട് വലിയ അതായത് ഒരുപാട് അറ്റാക്സ് ഗോത്ത് ട്രൈബുകൾ അല്ലാതെ തന്നെ മറ്റൊരുപാട് ജർമാനിക് ട്രൈബ്സിന്റെ അറ്റാക്ക് കണ്ടിന്യൂസ് ആയിട്ട് റോം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നേരിടാൻ പോകുന്ന ഒരു ശക്തി റോമിന് ഉണ്ടായിരുന്നില്ല. അതായത് പൊളിറ്റിക്കലി വീക്ക് ആവുന്നു, മിലിറ്ററി വീക്ക് ആവുന്നു, അങ്ങനെ അതിനോടൊപ്പം തന്നെ എപ്പിഡമിക്സ് പരന്നു പിടിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പുറത്തുനിന്നുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നേരിടാനോ മറികടക്കാനോ ആയിട്ടോ ഈ റോമൻസിന് സാധിക്കാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് എംപററിനെ അതായത് വെസ്റ്റേൺ റോമൻ എംപയറിലെ ലാസ്റ്റ് റൂളറിനെ ഈ പറയുന്ന ബാർബറിയൻ ചീഫ്സ് അല്ലെങ്കിൽ ജർമാനിക് ട്രൈബ്സിന്റെ ചീഫ് അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് 476 അപ്പൊ അതോടുകൂടിയാണ് വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഫോൾ ഓഫ് റോം ആൻഡ് ദി വെസ്റ്റേൺ റോമൻ എംപയർ അവിടെയാണ് സംഭവിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ കുറച്ചു കാലം കൂടി നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ കാര്യങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ മുൻ വർഷത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇനി ഇതിൽ പറയാനായിട്ട് പോകുന്നത്. അത് പ്രധാനമായിട്ട് 2022 ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി ഓഗസ്റ്റൻ ഏജിനെ പറ്റിയിട്ടാണ് കേട്ടോ ചോദ്യം. എക്സാമിൻ ദ വേരിയസ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി റോമൻ എംപയർ ഡ്യൂറിംഗ് ദ ഓഗസ്റ്റൻ ഏജ്. 20 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതാനുള്ള കാര്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. പൊളിറ്റിക്കൽ ഫീൽഡില്, എക്കണോമിക് ഫീൽഡില്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, സോഷ്യൽ റിഫോംസ്, റിലീജിയനിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വലിയ എസ്സേ എഴുതാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് സെക്കൻഡ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.